അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോഴുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ അറഫ ദിവസമാണ്. ആ അറഫ ദിവസത്തിൻ്റെ അന്ന് നമുക്കിവിടെ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. എന്നിരുന്നാലും നമുക്കിവിടെ ദുൽഹജ്ജ് 8 നമ്മുടെ ഈ രാജ്യത്ത് ഈ നാട്ടിലുള്ളത്. അപ്പോൾ ഇന്ന് 8 നമുക്ക് ദുൽഹജ്ജ് 8 നോമ്പ് നോക്കലും സുന്നത്തുണ്ട്. അതുപോലെ ദുൽഹജ്ജ് 9 അറഫാന നോമ്പ് നമുക്ക് വരുന്നത് നാളെയാണ്. നമ്മുടെ ഇവിടുത്തെ ശനിയാഴ്ചയാണ് ഇവിടെ നമുക്ക് നോമ്പുള്ളത്, പെരുന്നാളുള്ളത്. മക്കയിൽ, സൗദി അറേബ്യയിൽ മക്കത്തൊക്കെ നാളെയാണ് അവിടെ പെരുന്നാൾ. അപ്പോൾ ആ അടിസ്ഥാനത്ത് നമുക്ക് അറഫാൻ്റെ നോമ്പ് വെക്കുന്നത് നാളെയാണ്, വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് ദുൽഹജ്ജ് 8 നോമ്പ് എന്നുള്ളതാണ് നമുക്കിവിടെ സുന്നത്തുള്ളത്. പ്രധാനപ്പെട്ടത് വ്യാഴാഴ്ച കൂടിയാണ്. ദുൽഹജ്ജ് 8 നോമ്പ് നോക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണ്. അതിൻ്റെ പേര് തന്നെ യൗമു തർവിയ എന്നാണ് പറയുക. ദാഹം തീർക്കുന്ന ദിനം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ദുൽഹജ്ജ് 8 അന്ന് നോമ്പ് നോക്കാമെന്നുള്ളത് വളരെ സുന്നത്തുള്ള കാര്യം തന്നെയാണ്. അറഫായുടെ നാളത്തെ നോമ്പ്, നാളെ ദുൽഹജ്ജ് അറഫയുടെ ദുൽഹജ്ജ് 9 അറഫ നോമ്പ് നമ്മൾ നോക്കിയാൽ 2 വർഷം ചെയ്യുന്ന ആ ചെറുദോഷങ്ങളൊക്കെയും അത് മാഫ് ചെയ്യപ്പെടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആകയാൽ വലിയ പ്രധാനപ്പെട്ട സുന്നത്തുള്ള ആ നോമ്പ് നോക്കാന്നുള്ളത്, അറഫയുടെ നോമ്പ് നമുക്ക് എത്ര വലിയ മഹത്വമുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് നോക്കിയാൽ നമ്മൾ എന്തെല്ലാം നോക്കിപ്പോയാലും, എന്തെല്ലാം പറഞ്ഞു പോയാലും, എന്തെല്ലാം നമ്മളെ കണ്ണുകൊണ്ട് കണ്ടുപോയാലും ചെറുദോഷങ്ങളൊക്കെയും ഓർക്കാനങ്ങളുടെ നോമ്പ് കൊണ്ട് നമുക്ക് കഴിയും. അള്ളാഹു തആല നിനക്കാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് നമുക്ക് യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ഈ ദുൽഹജ്ജ് 8 നോമ്പ് നോക്കാമെന്നുള്ളത് ദാഹം തീർക്കുന്ന ദിനം എന്നാണ് അതിൻ്റെ വിശദീകരണം. എന്തുകൊണ്ടാണ്? അന്ന് മിനയിൽ നിന്ന് അന്നത്തെ അവിടുത്തെ അറബികൾ മിനയിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമാണ് അത് ദുൽഹജ്ജ് 8 ദിവസം. അതുകൊണ്ടാണ് അങ്ങനെ അതിന് പറയാൻ കാരണം യൗമു തർവിയ എന്നുള്ളത്. അന്ന് അറബികളൊക്കെയും മിനയിൽ പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമായതുകൊണ്ടാണ് യൗമു തർവിയ എന്ന് പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ആകയാൽ ആ ദിവസവും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. ദുൽഹജ്ജ് 9 അറഫയുടെ നോമ്പ് നോക്കാന്നുള്ളത് അത് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ മഹക്കാതായ സുന്നത്തുള്ള കാര്യമാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ 9 വരെ നോക്കാമെങ്കിലും ഈ പറയപ്പെട്ട ദുൽഹജ്ജ് അറഫയുടെ നോമ്പ് അത് പ്രധാനപ്പെട്ട സുന്നത്തുള്ള നോമ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നോക്കണം. ഹാജിമാർ അവിടെ പോയി ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയ ഹാജിമാർ അവിടെ ഹജ്ജ് തവാഫ് ചെയ്യുന്നു, സഈ ചെയ്യുന്നു, താലിലാകുന്നു, മിനയിൽ പോകുന്നു, അറഫയിലേക്കൊക്കെ പോകുന്നു. ഇതൊക്കെ ഹജ്ജിൻ്റെ ഇതിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ തവാഫ് ചെയ്യുക എന്നുള്ളത്, ആകെ തവാഫ് ചെയ്യുക എന്നുള്ള 6 വിധത്തിലാണ് തവാഫുകൾ ഉള്ളത്. 6 വിധത്തിലാണ് തവാഫുള്ളത്. തവാഫുൽ ഖുദൂമുണ്ട്, തവാഫുൽ ഫർദുണ്ട്, തവാഫ് തഹല്ലുലുണ്ട്, അങ്ങനെ തവാഫുൽ വദാഇണ്ട്, തവാഫ് നദറുണ്ട്, തവാഫുൽ മന്ദൂബുണ്ട്, അങ്ങനെ സുന്നത്തായ ഉണ്ട്, നേർച്ചയാക്കിയ തവാഫുണ്ട്. ഇരിക്കട്ടെ, തവാഫുകൾ ചെയ്യുമ്പോൾ നാം കഴിയുന്നതും 50 തവാഫ് നമ്മൾ ചെയ്താൽ, 50 തവാഫ് ചെയ്താൽ, ഏകദേശം 50 തവാഫ് ചെയ്യുമ്പോൾ ആകെ 350 ചുറ്റുകളായി വരും. 50 തവാഫ് ചെയ്യുമ്പോൾ ഹദീസിൽ കാണാം, ആരെങ്കിലും 50 തവാഫ് ചെയ്തു കഴിഞ്ഞാൽ, ആ 50 തവാഫ് അവൻ ചെയ്താൽ അവൻ 350 ചുറ്റുകളായപ്പോൾ അങ്ങനെയുള്ള ചെയ്തവന് ഒരു പ്രസവിച്ച ഒരു കുട്ടിയെ പോലെ ആകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. അങ്ങനെ ചെയ്തവൻ്റെ എല്ലാ പാപങ്ങളും 50 തവാഫ് ചെയ്യലുകൊണ്ട് 350 ചുറ്റാണ് തവാഫ് ചെയ്യുന്നത്. അത് കൂട്ടുമ്പോൾ അങ്ങനെ ചെയ്താൽ അവനൊരു കുട്ടി ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഹാജിമാർ പോയി അവിടുത്തെ പ്രയാസങ്ങൾ, അവിടെ പോയി അറഫയിലിരിക്കുമ്പോൾ അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ, ഹജ്ജിന് പോയവർക്ക് അറഫത്താ എന്നുള്ളത് അത് പറയേണ്ടതില്ലല്ലോ. അറഫ ഉണ്ടെങ്കിൽ അറഫിലെത്തിയാൽ മാത്രമേ ഹജ്ജാവുകയുള്ളൂ. അതുകൊണ്ടാണ് അൽ ഹജ്ജു അറഫ. ആ മരുഭൂമിയിലേക്ക് എത്തി അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്നുള്ള ദുആ, അവിടുത്തെ പ്രാർത്ഥന, എന്തൊരു പ്രാർത്ഥനയാണ്! അവിടെ എന്തുമായിരുന്നാലും അത് സാധിപ്പിച്ച് കിട്ടുന്ന കാര്യമാണ് അറഫ മരുഭൂമിയിൽ വെച്ചുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീകളെ, അവിടെ എത്തിയ ആളുകളൊന്നും പാഴാക്കാതെ എല്ലാ നിലക്കും ഖുർആൻ ദിക്റും എല്ലാം ചൊല്ലണം. മക്കയിലേക്ക് എത്തിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരുപാട് ചരിത്രമുണ്ട്. മലക്കൾ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ആദം നബി അലൈഹി സ്വലാം ചുറ്റുമ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ അത് ധാരാളം ആദം
നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിട്ടുണ്ട്. മലക്കുകൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ചെല്ലേണ്ട സ്ഥലങ്ങളൊക്കെ ദിക്റ് ചെല്ലുക. ആ നിലക്ക് ഹജ്ജിന് പോയവർ ഒരു സമയം വേസ്റ്റാക്കാതെ അവിടെ നിന്നുകൊണ്ട് ദിക്റും സലാത്തും ഖുർആനും സുന്നത്തിസ്കാരും ധാരാളമാക്കി നിങ്ങൾ തീർക്കണം. വെറുതെ കടന്നുറങ്ങി സമയം വേസ്റ്റാക്കിയാൽ തിരിച്ചു വന്നാൽ അതിൻ്റെ പ്രയാസവും അതിൻ്റെ വിഷമവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ബേജാറ്, പ്രയാസങ്ങൾ, വിഷമങ്ങൾ. ഞാൻ അവിടെ ഉണ്ടായപ്പോൾ, മക്കയിൽ ഉണ്ടായപ്പോൾ ഞാൻ ഒരു ഖത്തം തീർക്കാമായിരുന്നു, അവിടെ തവാഫ് ചെയ്ത് വെറുതെ ഇരിക്കുമ്പോൾ എത്രയോ ദിക്ർ ചെല്ലാമായിരുന്നു, ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ചിന്ത വരും. അതുകൊണ്ട് എത്ര പ്രയാസപ്പെട്ടാലും കിട്ടുന്ന സമയങ്ങൾ മുഴുവനും നിങ്ങൾ ആ തവാഫിലും സയ്യിലും താലിലും മിനയിലും അറഫിലൊക്കെ പോകുമ്പോൾ എല്ലാം ദിക്റും ഇതൊക്കെ ചൊല്ലി നല്ല ആത്മാർത്ഥയോടെ ഇഖ്ലാസോടെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാളെ അറഫയുടെ നോമ്പ് എല്ലാവരും നോക്കണം. ഇത് യൗമു തറവിയുടെ ദുൽഹജ്ജ് 8 നോമ്പ് നമ്മൾ നോക്കുകയാണ്. അതും സുന്നത്തുള്ളതാണ്. പ്രധാനപ്പെട്ട അറഫയുടെ നോമ്പ് നോക്കുക. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.